ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും 2025 നല്ല അടിപൊളി വർഷമാവട്ടെ. 2024 എങ്ങനെയോ ആയിക്കോട്ടെ, അത് പോയി. ഇനി 25 എങ്ങനെയാണ് എന്നുള്ളത് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഒന്നും വെക്കാണ്ട് എങ്ങനെയാണോ വരുന്നതെന്ന് അതേപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റട്ടെ. എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും, ഹാപ്പിനെസ് ആണെങ്കിലും വിഷമാണെങ്കിലും ഒരേപോലെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഈ വർഷം ഭയങ്കര സ്പെഷ്യലാണ്. നല്ല ഹോപ്പ് ഉള്ളൊരു വർഷം തന്നെയാട്ടോ 2025 എന്ന്. 2024 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി സ്ട്രഗിൾസും കുറെ പുതിയ ആൾക്കാരെ കണ്ടു, കുറെ പഠിച്ചു. ഞാൻ കുറെ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങൾ 2024 നടന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല വാശിയുള്ള കൂട്ടത്തിലായിരുന്നു. എനിക്ക് ഇത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വേണം. അത് തന്നെ എത്രത്തോളം ബാഡ്ലി ആണ് എഫക്ട് ചെയ്യണേ ഇതൊന്നും ഞാൻ നോക്കാറില്ല. എനിക്കൊരു മൈൻഡായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ചില കാര്യങ്ങൾ നമ്മൾ അത് വിട്ട് കളഞ്ഞാലാണ് അത് നമുക്ക് തന്നെ നല്ലത്. നമ്മൾ അവിടെ വളരുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് തന്നൊരു വർഷം തന്നെയായിട്ട് 2024 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരു വർഷമാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ എത്രത്തോളം സ്ട്രോങ് ആയെന്ന് കണ്ടൊരു വർഷം കൂടിയാണ്. പിന്നെ 2024 ഞാൻ യൂട്യൂബ് തുടങ്ങുമ്പോൾ എനിക്ക് വെറുതെ ഞാൻ ജസ്റ്റ് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളൊരു കമ്മിറ്റ്മെന്റോട് കൂടിയായിരുന്നു ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ എനിക്ക് അതിലൊരു ഗ്രോത്ത് വേണം, നിങ്ങൾ എല്ലാവരും ആ ഗ്രോത്തിലൊരു പാർട്ടാവണം എന്നുള്ള ഭയങ്കര വലിയ ആഗ്രഹത്തോടെയാണ് ഞാൻ 2025 ഇവിടെ നിൽക്കുന്നത്. ബൈ ടു 2024 ആൻഡ് വെൽക്കം 2025. ഈ വീഡിയോ ഇന്ന് തന്നെ എടുത്തിട്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിച്ചു. കാരണം 2025 എൻ്റെ ഫസ്റ്റ് വീഡിയോ ആട്ടോ ഇത്. നമ്മൾ ഇന്നലെ കായംപുറം ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു അടിപൊളി ന്യൂ ഇയർ ഈവ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. ഞാൻ ഇതുവരെ ന്യൂ ഇയറിലെ സാന്റാക്ലോസ് കത്തിക്കണ പരിപാടിയോ അല്ലെങ്കിൽ ഒരു DJ പരിപാടിയോ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റും എല്ലാം ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞത്. 2025 ഇന്ന് ഞാൻ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇരിക്കണതിന്റെ മെയിൻ കാരണങ്ങൾ നിങ്ങളും പിന്നെ എൻ്റെ പാരൻസും ചേച്ചിയും. കാരണം ഒരുപാട് ഡൗൺഫോൾ ഉണ്ടായപ്പോൾ അവരെന്നെ ചീത്ത പറയും അല്ലെങ്കിൽ വിഷമിപ്പിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത്, അതായത് ഞാനുണ്ട് കൂടെ, നീ ധൈര്യമായിട്ട് ഇത് ചെയ്തോ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേര് എൻ്റെ ലൈഫിലുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കണേ. അപ്പൊ നിങ്ങളും അതേപോലെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക, നല്ല ഹാപ്പി ആയിട്ട് ചിന്തിക്കുക. ചില വിഷമങ്ങളൊക്കെ ഉണ്ടാവും, അതും അങ്ങനെ പോട്ടെ. അപ്പൊ അധികം ഞാൻ ഉപദേശിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ അധികം ദൈർഘ്യപ്പിക്കാനില്ല, നമുക്ക് നേരെ വീഡിയോ പോവാട്ടോ. ഗായ്സ്, അങ്ങനെ നമ്മൾ കഴിയുമ്പം ബീച്ചിലോട്ട് എത്തി. ഇവിടെ നമ്മൾ വിചാരിച്ച പോലെയല്ല കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. അത്ര അധികം ജനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതും ഗേൾസും ബോയ്സും ഒരേപോലെ ഉണ്ടായിരുന്നു ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. പോണ വഴിയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാറെടുത്ത് വന്നവൻ്റെ കഷ്ടകാലമാണ്. കാരണം ഒരു ഇച്ചി നീങ്ങില്ല, അത്ര അധികം ആൾക്കാരുണ്ടായിരുന്നു. ബൈക്ക് എടുത്ത് നമ്മൾ തന്നെ ബൈക്ക് ഒരു വിധത്തിലാണ് നമ്മൾ സൈഡാക്കിയിട്ട് അവിടെ വെച്ചത്. പോണ വഴി ഇഷ്ടം പോലെ കടകളുണ്ടായിരുന്നു കേട്ടോ. ഒരു മിനി പൂരം നടക്കണ പോലെ തന്നെയായിരുന്നു ഗൈസ്. ചെടിയുടെ കടയിൽ വെറൈറ്റി ചെടീസൊക്കെ ഇരിക്കണമായിരുന്നു കേട്ടോ. നമ്മളിവിടെ എത്തിയപ്പോൾ ഒന്ന് ജസ്റ്റ് ഫുൾ സ്റ്റോപ്പ് ഇട്ടൊന്ന് നോക്കി, നല്ല വെറൈറ്റി ചെടികളൊക്കെ ഉണ്ടോന്ന്. പിന്നെ ഒത്തിരി ചട്ടികൾ, പോലീസ് വണ്ടി അതിൻ്റെ ഇടയിൽ കൂടെ പോകണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം ഇങ്ങനെ സമയം കൂടുന്തോറും ഇങ്ങനെ തിരക്ക് ഇങ്ങനെ കൂടി വരുമായിരുന്നു. പിന്നെ ഫുഡിൻ്റെ സ്ഥലത്തൊന്നും പറയേ വേണ്ട, അവിടെയൊക്കെ നിറച്ച ആൾക്കാർ, ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു. പിന്നെ അവിടെ വന്നപ്പോൾ ആകെ പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ജീപ്പേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു സ്ഥലത്തും. മാസമായിട്ട് പോയേണ്ടോ തോന്നുന്നു, ജീപ്പേ ഒരു സ്ഥലത്തും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. അവകളുടെ അവിടെ എത്തുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടും കേട്ടോ. എനിക്ക് ഈ ആമയുടെ പാവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. എന്ത് ഭംഗിയല്ല കാണാൻ വേണ്ടി. ഏതെടുത്താലും 100 രൂപ 100 രൂപ 100 രൂപ 100 രൂപ 100 ഏതെടുത്താലും 100 രൂപ 100 രൂപ 100 രൂപ 100 രൂപ. ഗൈസ്, അപ്പം അതിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറയണേ. പിന്നെ നമ്മളിത് ഈ നടക്കൽ ഇങ്ങനെ ഒരു സാധനമാണ്. അപ്പോൾ ക്രൗഡ് കൂടുമ്പോൾ ആ സാധനത്തുമ്പോൾ തട്ടിയിട്ട് കുറേ പേര് വീഴാൻ പോണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട വേറൊരു കടയാണ് പെൺപിള്ളേരുടെ വികാരമായ കമ്മൽമാല അവളാക്കട. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ ഒരുപാട് കളക്ഷൻസൊക്കെ കണ്ടു. കുപ്പിവളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷെ നമ്മുടെ കയ്യിലായിട്ട് 10 പൈസ ഉണ്ടായിരുന്നില്ല, ലിക്വിഡ് മണി ഉണ്ടായിരുന്നില്ല. ഫുൾ ജിപേയിലായിരുന്നു. ജിപേ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് വേഗം പോകുന്നു. അവിടുത്തെ റൈഡ്സ് അതിലേക്ക് നെക്സ്റ്റ് പോകുന്നു കേട്ടോ കാണാൻ വേണ്ടി.
ഞാൻ ആദ്യമായിട്ട് ഇവിടെ വെച്ച് കാണുന്നത്. നമ്മൾ ബോട്ട് വെള്ളത്തിലൊക്കെ പോണത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ചവിട്ടി പോകണ സാധനം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ അവിടെ ഡ്രാഗണ്, ജൈന്റ് വീൽ അതൊക്കെ കണ്ടു. പക്ഷേ ഇതൊന്നിലല്ല നമ്മൾ സ്പെൻഡ് ചെയ്ത്. മറ്റേ എറിഞ്ഞുകൊണ്ട് എറിയുന്ന ഒരു സാധനമില്ല, 50 രൂപ 8 രൂപ എറിഞ്ഞു നോക്കി ഒന്നും കേൾക്കില്ല, നേരെ പോകുന്നു ബീച്ചിൽ. ഗായ്സ് അങ്ങനെ ഈ ഡാൻസിന് അവിടെ എത്തിക്കോടെ ഇത്ര അധികം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. കുഞ്ഞു കുട്ടികൾ വരെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നമ്മൾ ആദ്യം ആ തിരക്കി കൂടെ ഒക്കെ പോയി. ആദ്യം അവിടെ നിൽക്കാനും ഒട്ടും സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ, പക്ഷെ ചുറ്റും ഗേൾസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി. ഗൈസ് അങ്ങനെ ഡാൻസിന് ശേഷം നമ്മളിതേ പപ്പാനിയുടെ അവിടെ ഇറങ്ങി കേട്ടോ. അടുത്ത ഒരു 3, 2, 1 കൗണ്ട് ഡൗണിൽ പപ്പാനി കത്താണ്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി 2025 പോയേക്കാണ്. അത് പപ്പാനിയൊക്കെ കത്തിയിട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ അത് ഇത്രയും ക്ലോസിൽ ഇങ്ങനെ പപ്പാനി കത്തണമെന്ന്. ഇതേ തൊട്ടപ്പുറം നല്ല ഫയർ ക്രാക്ക് വർക്കും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ 2025 നിങ്ങളെല്ലാവർക്കും അടിപൊളി ഒരു വർഷം ആയിക്കോട്ടെ. 2021 എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ വിഷമങ്ങളും എല്ലാം മാറി നല്ല സന്തോഷങ്ങളൊക്കെ വരട്ടെ. പിന്നെ നമ്മുടെ ഈ കൊച്ചു ചാനൽ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യം തുടങ്ങിയപ്പോൾ ഒരു 25 ഫോളോവേഴ്സൊക്കെയാണ് ഇനീഷ്യലി എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇത്രയെങ്കിലും എത്തിയത്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് എൻ്റെ ഒരു ഗ്രോത്തിന് എന്ന് പറയാൻ. പിന്നെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അത്രയും തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ പതുക്കെ എത്തിയപ്പോൾ ഒരു പുലർച്ചെ 3 മണിയൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഗായ്സ്. അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ ടു എവ്രിബഡി.